സുന്ദരമായൊരു പഞ്ചായത്ത്, സുന്ദരമായൊരു പഞ്ചായത്ത്, അതിസുന്ദരിമാരുടെ പഞ്ചായത്ത്. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. പലതരം വിഷമേഴും മഹന്മാരുള്ളിടും പടവരും പറകൊട്ടും ചാത്തനാപുരത്തെ. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. നീയോ ഞാനോ, ഞാനോ നീയോ, ആരാണിവിടെ കെങ്കേമി അല്ലേ ആരാണിവിടെ, കെങ്കേമി. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. എത്തിച്ചേരാൻ പോകുന്ന കുഞ്ഞിക്കാദറിനെ കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുന്ന ആയിഷയും ഖദീജയും. കുഞ്ഞിക്കാദറിനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ 2 ഭാര്യമാരും മക്കളും പ്രസിഡന്റിനും സംഘത്തോടും ഒപ്പം പോകാനിറങ്ങവേ യാദൃച്ഛികമായി കടന്നുവരുന്ന കുഞ്ഞിക്കാദർ. ദരിദ്രനായ കുഞ്ഞിക്കാദറിനെ 2 ഭാര്യമാരും പഞ്ചായത്തും കൈവിടുന്നു. കുഞ്ഞിക്കാദർ എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറുന്നു. ഭാര്യമാരെ വശത്താക്കാനുള്ള കുഞ്ഞിക്കാദറിന്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. തന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവുമായി കുഞ്ഞിക്കാദർ പഞ്ചായത്ത് പ്രസിഡന്റിന് അടുത്തെത്തുന്നു. പഞ്ചായത്ത് മുൻകൈയെടുത്ത് കുഞ്ഞിക്കാദറിനെ കുട്ടപ്പനാക്കി ഖദീജയുടെയും ആയിഷയുടെയും മുന്നിലെത്തിക്കുന്നു. ദരിദ്രനായ കുഞ്ഞിക്കാദറിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. തുടർന്നു കാണുക. വാപ്പ എന്നോട് ക്ഷമിക്കൂ വാപ്പ. വാപ്പ പറഞ്ഞാണ് ശരി. ഇറങ്ങടാ വെളിയില്. വാപ്പച്ചി പറഞ്ഞല്ലേ ഇറങ്ങടാ. ഞാൻ എന്റെ വാപ്പയെ കൂട്ടിക്കൊണ്ടു. നിന്നോടുകൂടിയാ പറഞ്ഞ് ഇറങ്ങി പോടാ. രണ്ടെണ്ണം ഇറങ്ങടാ. ഇറങ്ങ്. നീ ഇറങ്ങടാ. നിങ്ങൾ ഇങ്ങനെ പറയാതെ കുഞ്ഞിക്കാദറെ, അവർക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ. എല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുമ്പോഴാ കുഞ്ഞിക്കാദർ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതെ അതെ, ഓരോരുത്തരും തലപൊകുഞ്ഞ് ഓരോരോ മാർഗങ്ങൾ കണ്ടെത്തി വരുമ്പോ ഓരോരോ നമ്പറുകൾ. എടോ കുഞ്ഞിക്കാദറെ, അവര് തന്നെ വന്ന് വിളിച്ചതല്ലേ. എന്തായാലും തന്റെ മക്കളല്ലേ, താൻ അവരോടൊപ്പം പോ. ഇപ്പൊ കടിച്ചത് പട്ടിയാ, ഇനി നാളെ കടിക്കാൻ വരുന്നത് പുലിയാ. പിന്നെ ഞങ്ങൾക്ക് സമരത്തിന് ഇറങ്ങേണ്ടി വരും. പുലിക്കെതിരായിട്ടായിരിക്കും. ആ, അപ്പൊ താൻ രാജിവെക്കേണ്ടിയും വരും. ആരുടെ കൂടെയാണെന്ന് വെച്ചാ കുഞ്ഞിക്കാദറിന് ഇഷ്ടമുള്ള ആളുടെ ഒപ്പം പോവാം. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞിക്കാദറിനുണ്ട്. ബാപ്പ, നിങ്ങൾ എന്റെ കൂടെ വരും ബാപ്പ. ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അരിപ്പത്തി ഉണ്ടൊക്കെ കാത്തിരിക്കാണ്. വാപ്പ വന്നിട്ടേ ഉറങ്ങുമെന്നും പറഞ്ഞ് ഉമ്മ കാത്തിരിക്കാണ്. എന്റെ ഉമ്മച്ചി ഒരു രോഗിയാക്കരുത് വാപ്പ. വാപ്പ നിങ്ങൾ എന്റെ കൂടെ വരി. വാപ്പ വന്നിട്ട് ഞാൻ ഉറങ്ങൂ. എനിക്ക് വാപ്പയുടെ നെഞ്ചത്ത് തല വെച്ച് വേണം കടന്നുറങ്ങാൻ. വാപ്പ എന്നെ ഒരു രോഗിയാക്കരുത്. ഇവൻ അല്ലെങ്കിലും ഒരു രോഗിയാ. ഒരു വശപ്പശക്ക് ലക്ഷണമുണ്ട്, സത്യം. ഇത്രയും സ്നേഹമായിട്ട് 2 മക്കൾ വിളിക്കുന്നതല്ലേ. ചെല്ലു കുഞ്ഞിക്കാദറെ. ഞാൻ പോവാൻ തയ്യാറാണ്. പക്ഷേ ഒരു പോര് കൂടി കാണേണ്ടി വരും. പറഞ്ഞതുപോലെ അതൊരു പ്രശ്നമാണല്ലോ. ബാപ്പ, ഉമ്മ കാത്തിരിക്കാണ്. നിങ്ങൾ വരി. വാപ്പ ഞാൻ കാത്തിരിക്കാം. നിങ്ങൾ വരി. ഞാൻ കാത്തിരിക്കുന്നു. അതൊരു പുതിയ സാധനമാണല്ലോ. പറഞ്ഞതുപോലെ ഇതിപ്പോ ഒരു കൊനിഷ്ടായല്ലോ. എന്ത് ചെയ്യും സതി മെമ്പറെ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. കുഞ്ഞിക്കാദർ പറയട്ടെ ആരോടൊപ്പം പോണോന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പേരും ഒരുപോലെ. എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ പോവാം. ആ, അപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? എന്റെ ബാപ്പാണ് ഞാൻ കൊണ്ടുപോകും. ഞാനും ഞാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകാനുള്ള സാധ്യത കാണുന്നു. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. നമുക്ക് നറുക്കിടാം. അത് വേണ്ട, നമുക്ക് ടോസ് ഇടാം. ആ പറയാനിടാ. ആർക്ക് തല വേണം, ആർക്ക് വാല് വേണം? വാല്. തല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സമ്മതമാണേ.
ആ വാല് വാല് ടോസ് എനിക്ക് കിട്ടി. ഞാൻ എന്റെ വാപ്പാനെ കൊണ്ടു. മക്കള് രണ്ടുപേരും ബാപ്പയെ വിളിക്കാൻ പോയിരിക്കുക അല്ലേ? മക്കള് രണ്ടുപേരുമല്ല, എന്റെ മകൻ അബു. അവൻ പോയിരിക്കുന്നു. അവൻ പോയാലേ പോയ കാര്യം സാധിച്ചിട്ടേ വരൂ. എന്റെയാ മോൻ. ഇത് എന്ത് ചായ? നിറയെ ഉപ്പാണല്ലോ. പഞ്ചസാരക്ക് വരെ ഉപ്പിട്ടതാ. ഓ, ഒരു ദിവസം ഉപ്പിട്ട ചായ കുടിച്ചെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ല. അയ്യേ, ഈ സാമ്പാറിൽ എന്ത് എരിവാ ചേച്ചി? ഇതെങ്ങനെ കഴിക്കും? എരിവ് കൂടിയെങ്കിലേ കുറച്ച് വെള്ളം കൂടെ ഒഴിക്ക്. പറ്റുവരവല്ലേ, വേണമെങ്കിൽ തിന്നേച്ച് പോടാ. അവക്ക് പ്രാന്താണ്. ഉമ്മാക്ക മോനെ രാവിലോട്ട് ഇളകിയിരിക്കുക. ഇളക്കം എനിക്കല്ല, നിനക്ക് നിന്റെ മോനുവാ. എന്റെ ഇക്കാനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പിടിക്കാൻ എന്താ, അയാള് മാക്രിയ? എന്റെ മോൻ ശുക്കൂർ ഇപ്പൊ ഇവിടെ കൊണ്ടുവരും അവന്റെ വാപ്പയെ. എന്നാ ഒന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ദാ ഇപ്പൊ അവരോട് എത്തും. ആ കരുനാക്കാരി പറഞ്ഞ പോലെ ഫലിച്ചുമ്മ. എന്തു പറ്റിയടാ മോനെ? ചതിച്ചുമ്മ. നമ്മുടെ ബാപ്പാനെ അവൻ തട്ടിയെടുത്തു. എനിക്ക് സംശയമുണ്ട്, ആ പ്രസിഡന്റ് കള്ളച്ചൂത് നടത്തിയാണോ നമ്മുടെ ബാപ്പാനെ അവന് കൊടുത്തതെന്ന്. എന്റെ പഠിച്ചോനെ, ഞാനിനി എങ്ങനെ ജീവിക്കും? എന്റെ കെട്ടിയോനെ തട്ടിയെടുത്ത രാക്ഷസി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. അങ്ങനെ സത്യം ജയിച്ചു. കുഞ്ഞിക്കാതറിക്ക വരാൻ പോടും. ദേ ഇങ്ങോട്ട് നോക്കിയേ, ശുക്കൂർ അവന്റെ ബാപ്പയെ ടൗണിലേക്ക് കൊണ്ടുപോയിരിക്ക. ഒത്തിരി നാളായി പാവം നല്ല ആഹാരം വല്ലതും കഴിച്ചിട്ട്. നീ അങ്ങേർക്ക് വല്ല വിഷവും വാങ്ങി കൊടുക്കാൻ കൊണ്ടുപോയതാണോടി? ആണെങ്കിൽ തന്നെ നിനക്കെന്താടി നഷ്ടം? ഞങ്ങളങ്ങ് സഹിച്ചു. ആ പിന്നെ നിന്നേക്കാളും വലിയ വിഷം ലോകത്തെങ്ങും കാണത്തില്ല. ഒരു പനിനീർ പുഷ്പം. നീ അങ്ങേരുടെ കൂടെ കഴിയുന്നത് എനിക്കൊന്ന് കാണണം. കഴിഞ്ഞത് തന്നെ. അങ്ങേര് ഇനി കഴിയാൻ പോണത് എന്റെ കൂടെ. നീ നോക്കിക്കോ, അധികം വൈകാതെ അങ്ങേര് തന്നെ നിന്നെ ഇവിടെ ഇറക്കി വിടും. അതൊന്ന് കണ്ടിട്ടേ പടച്ചോനെ എന്നെ ഇവിടെ എടുക്കാവേ. നീ അങ്ങേരുടെ കൂടെ കഴിയുന്നുണ്ടെങ്കിലേ നിന്നെ വെള്ളോട്ട് എടുക്കുന്നത് ഞാനായിരിക്കും. നിനക്ക് ഈ ഖദീജ നന്നായിട്ട് അറിയത്തില്ല. അറിയാനൊന്നുമില്ലടി. എന്റെ ഇക്ക വന്നേ. എന്റെ കൽബേ, എത്ര നാളായി ഞമ്മള് കണ്ടിട്ട്. നിങ്ങളെ ഒന്ന് കാണാൻ ഞമ്മള് കാത്തിരിക്കായിരുന്നു. നിങ്ങളെ കുറിച്ച് എന്തെല്ലാം വൃത്തികേടാ ഇവള് പറഞ്ഞെന്നറിയോ? ഞാൻ എത്ര കാലമായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. കുറെ നാളായില്ല നീ എണ്ണ ഒഴിച്ചിട്ട് വറ്റിക്കാണും. പൊടി നിങ്ങൾ വരീന്ന് വാ, ഇല്ലെങ്കിൽ ഇവിടെ കണ്ണേക്കും. വാ 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 വരീന്ന്. നിന്റെ വാപ്പയ്ക്കിനോട് സ്നേഹമുണ്ട്, അത് മതി. എന്നാലും ആ രാക്ഷസിയുടെ കയ്യിലേക്കാണല്ലോ കൊണ്ടുപോയത്. കുഞ്ഞിക്കാതർ ബുദ്ധിയുള്ളവനാ. ഓനെ ചെറുപ്പക്കാരിയായ ഐഷയെ തന്നെ കെട്ടിയോളാക്കിയില്ലേ? ചെറുപ്പക്കാരിയോ? മുഖത്തൊക്കെ കുറെ മഞ്ഞൾ വാരി തേച്ച ചെറുപ്പക്കാരി ആവോടോ? നടന്ന് പോടോ, പോടോ അങ്ങോട്ട്. ചെറുപ്പക്കാരിയാക്കാൻ വന്നിരിക്കുന്നു. എന്താ കാണാൻ നിക്ക? കേറി പോടാ. അയ്യോ, എന്റെ പൊന്നിക്ക, എത്ര നാളായിട്ട് ഞമ്മള് കാത്തിരിക്കാണ്. ഇങ്ങനെ കൊത്തിരിക്കി. വാ ദേ, നിനക്കിതെന്താ പറ്റിയേ? ഒന്നുമില്ല. ഞമ്മക്കറിയാം, നിങ്ങളെ ഞമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിച്ചില്ലേ, അതാ കാര്യം. ദേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒക്കത്തിരി ഓളെത്തിയ കാരണം. എല്ലാം എനിക്കറിയാം. എങ്കിലും ഒരു ഗ്ലാസ് വെള്ളം പോലും നീ എനിക്ക് തന്നില്ലല്ലോ. എന്നോട് ക്ഷമിക്കേ. ഇങ്ങനൊരു മണ്ടം കുണാപ്പി മോനെയാണല്ലോ എന്റെ പഠിച്ചോനെ എനിക്ക് കിട്ടിയത്.
പാപ്പാനെ പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. ഉമ്മ ബാപ്പ അധികം ദൂരത്തൊന്നും അല്ലല്ലോ, തൊട്ടപ്പുറത്ത് തന്നെയല്ലേ. ഉമ്മ ഒന്ന് വിചാരിച്ച ബാപ്പാനെ ഇനി ഇവിടെ എത്തിക്കാന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിലും അവന്റെ വാപ്പാക്ക് എന്നോടാ സ്നേഹം, അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെ ഉമ്മ? അതൊന്നും നിന്നോട് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഉമ്മ വിചാരിച്ചാലും ഇനിയും ചില കളികളൊക്കെ ഇവിടെ നടക്കും. ഇതും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? ആണുങ്ങളെ വലവീച്ച് പിടിക്കാനേ അവര് മേടിക്കുക. മീൻകാരി ആയിരുന്നിട്ടും ഉമ്മാക്ക് വലവീച്ച് അറിയാൻ പാടില്ലല്ലോ. ഒരു ഒറ്റ അടി തന്നാണല്ലോ, കൂടുതൽ കേറല്ലേ. ഉമ്മ ഇങ്ങനെ എന്നെയും കുറ്റം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന പണവും കൊണ്ട് അവര് പോകും. പാപ്പാന്റെ പണം മൊത്തം അവരുടെ കയ്യിലാവും. ഉമ്മ പറഞ്ഞ പോലെ ഈ വീട് നമുക്ക് തന്നിട്ട് അവര് ടൗണിൽ വേറെ വീട് മേടിക്കും. നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടേ? മുട്ടപ്പത്തിരി വേണ ഉണ്ടാക്കട്ടെ ഞമ്മള്? എന്നിട്ട് എന്റെ മോൻ പറഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണല്ലോ. ആ നിങ്ങളല്ലേ മോൻ, അതും പറയും അതിന്റെ അപ്പുറവും പറയും. പടവളം നട്ടാ കുമ്പൾ ഉണ്ടാവത്തില്ലല്ലോ. നിങ്ങക്ക് ഇപ്പൊ എന്ത് വേണം പറ. എങ്ങനെയും ബാപ്പയെ നമ്മൾ അടുത്ത് വരുത്തിക്കണം. അതിനെന്താ വഴി ആലോചിക്ക്. ഉണ്ട്, ഒരു വഴിയുണ്ട്. നീ നോക്കിക്കോ, അങ്ങേര് ഇപ്പൊ ഇങ്ങോട്ട് ഓടി വരും. അങ്ങേര് മാത്രമല്ല, അങ്ങേരുടെ വാപ്പ ഇങ്ങോട്ട് വരും. ഐഷ, ഞാനൊരു പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? അറിയാലോ, എനിക്ക് ബാങ്കിൽ കുറച്ച് പണം വരാനുണ്ട്. പക്ഷെ ആ പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ എന്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയെങ്കിലും ഞാൻ കൊണ്ട് അടക്കണം. ഒക്കെ നമ്മൾ അറിഞ്ഞിക്കണ്, സതിമെമ്പർ എല്ലാം പറഞ്ഞിക്കണ്. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും നമ്മുടെ മോൻ ശുക്കൂറിനും 5 തലമുറയ്ക്കും കഴിയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയേക്കണം. നമ്മൾ അറിഞ്ഞ് അങ്ങനെയൊന്നുമില്ല, കുറച്ച് പണം. അത് ഞമ്മക്ക് അറിയാം. ഇനി വലിയപ്പ കുഴി നെണീറ്റ് പറഞ്ഞവരെ കാത്തിക്കണ. പാപ്പാനൊന്ന് ഇങ്ങോട്ട് വരുത്ത്. ഉമ്മാന്റെ കഴിവ് ഞാനും ഒന്ന് കാണട്ടെ. ആരോടെങ്കിലും കടം ചോദിക്കാം. പക്ഷെ 1,00,000 രൂപ ഉണ്ടെങ്കിലേ എന്റെ മുഴുവൻ പണം ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റൂ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ അന്യരോട് പണം ചോദിച്ചാലേ പിന്നെ പണം കിട്ടുമ്പോ അവർക്കും കൊടുക്കേണ്ടി വരും. 1ഉം 2ഉം അല്ല, ഒത്തിരി കോടിയിലുണ്ടെന്ന് ഞമ്മക്ക് അറിയാം. സംഭവം നീ പറഞ്ഞത് ശരിയാണ്. കട ഇങ്ങോട്ട് വാങ്ങിച്ചാ അങ്ങോട്ട് നമ്മൾ കൊടുക്കണം. അവര് കുറച്ച് എന്നിട്ട് കൂടുതൽ നമ്മളോട് ചോദിക്കും. ഇക്കയുടെ സ്വഭാവം വെച്ചാണെങ്കിൽ ഇക്ക കൊടുക്കുകയും ചെയ്യും. പിന്നെ അത് തിരിച്ചു കിട്ടൂല. നിനക്കറിയോ, കൊടുത്ത ഒന്നും ഒരിക്കലും എനിക്ക് തിരികെ കിട്ടിയിട്ടില്ല. അതാ ഞമ്മള് പറഞ്ഞ ആവശ്യത്തിനുള്ള പണം ഞമ്മള് തരാന്ന്. ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും പോവണ്ട. നിലവിളി അതെ, അതിവിടെ സ്ഥിരമുള്ളതാ, ഗവനിക്കണ്ട. വട്ട ഞാൻ നോക്കിട്ട് വരാം, അല്ലെങ്കിൽ എന്ത് വരും മോശം. അയ്യോ, എന്റെ ഉമ്മക്ക് ആരുമില്ല. എന്തിനാ പഠിച്ചോനെ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ പറ്റിയത്? എന്റെ ഉമ്മാക്ക് കാറ്റിന്റെ അസുഖമുള്ളതാണ്. ഇടക്കിടക്ക് നെഞ്ചുവേദന വരണാണ്. എടാ, ഇപ്പൊ എന്താ ഉണ്ടായത്? ഉമ്മാന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് തെക്കേത്തോടിയിലെ ഡോക്ടർ 100 വട്ടം പറഞ്ഞാണ്. എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, ബാപ്പ പോലും ഇല്ല. ഈ അങ്ങനെ പറയൂ. അനക്ക് ഉമ്മ മാത്രമല്ല, ബാപ്പയുണ്ട്. ഉമ്മാനെ നമുക്ക് ആസ്പത്രി കൊണ്ട് എണീറ്റ് എണീക്ക്. എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, ബാപ്പ പോലും ഇല്ല. ഈ അങ്ങനെ പറയൂ. അനക്ക് ഉമ്മ മാത്രമല്ല, ബാപ്പയുണ്ട്. ഉമ്മാനെ നമുക്ക് ആസ്പത്രി കൊണ്ട് എണീറ്റ് എണീക്ക്. എനിക്കത് കേട്ടാ മാത്രം മതി. അപ്പൊ ആസ്പത്രി പോണ്ടേ? എനിക്ക് ആശുപത്രിയിൽ പോണ്ട, എങ്ങും പോണ്ട. പിന്നെ അടുത്ത് നിന്നാ മതി. ഉമ്മ നീ അവിടെ. അതെ, നമുക്ക് ടൗണിലൊരു വീട് വാങ്ങണം. വീട് മാത്രമല്ല പ്രതീക്ഷ, നമ്മള് ടൗണിൽ ഒരു ബംഗ്ലാവ് തന്നെ വാങ്ങി. നോക്കിക്കോ, 1-2 കോടി ഉറുപ്പിയല്ല, 55 കോടി ഉറുപ്പിയാണ് നമ്മളെ കയ്യിൽ വരാൻ പോകുന്നത്. ബാപ്പാ, എനിക്ക് ഹാർലി ഡേവിസിന്റെ ഒരു ബുള്ളറ്റ് വാങ്ങി തരണം. അങ്ങനെ ബെല്ലോന്റെ ബൈക്ക് ഒന്നും ഓടിക്കണ്ട. അനക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങി തരും. എത്ര റുപ്യ വരുവന്? ഒരു 15,000 രൂപ. 2 എണ്ണം വാങ്ങിച്ചു. അതല്ല, വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് ബാങ്കിൽ കായടച്ചിട്ടില്ലല്ലോ. ഈ 1,00,000 രൂപ നമ്മൾ അങ്ങോട്ട് അടച്ചാലേ നമ്മൾ അവിടെ കിടക്കുന്ന കാശ് ഇങ്ങോട്ട് വരുള്ളൂ. അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പണി ചെയ്താലോ, ഐഷാനോട് ചോദിച്ചാലോ.
വേണ്ട, ആവശ്യത്തിനുള്ള പണം ഞാൻ തരാം. കണ്ട തെണ്ടികളുടെ പടം ഒന്നും നമുക്ക് വേണ്ട. ഇനി ആ പേരും പറഞ്ഞായിരിക്കും കേറി ഇറങ്ങുന്നത്. പാപ്പ, ഈ വീട് നമുക്ക് അവർക്ക് കൊടുക്കാം. അവങ്ങൾ ജീവിക്കട്ടെ. ജീവിച്ചോട്ടെ. നമ്മളെ കയ്യിലല്ലേ കായ് വന്ന 17 കോടി ഉറുപ്പ്യ. വീട് അവർക്കിരിക്കട്ടെ അല്ലേ? പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം, എല്ലാത്തിനും കായ് വേണം. എന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം അങ്ങോട്ട് ഇട്ടാലേ അവിടുന്ന് 57 കോടി ഉറുപ്പ്യ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഒരു മിനിറ്റേ, കാർഡ് ആവശ്യത്തിന് പണം എടുത്തോളി. വേറൊരു പ്രശ്നമുണ്ട് ഖദീജ, ഈ കാർഡ് വെച്ച് ഒന്നിച്ച് 1 ലക്ഷം ഉറുപ്പ്യ ഇങ്ങനെ എടുക്കാൻ പറ്റൂല. അന്റെ ഈ ചെക്ക് ഉണ്ടാ? ചെക്കുണ്ട്. എടുക്ക്. പിന്നെന്താ, എമൗണ്ട് എഴുതണ്ട, നമുക്ക് വിശ്വാസം. ഒപ്പ് മാത്രം ഇട്ടാ മതി. ഖദീജ, ആവശ്യത്തിന് എടുത്തോളി. നിങ്ങളാണ് ഭാര്യ, ഇങ്ങനെ ആയിരിക്കണം ഭാര്യ. എന്റെ വൈഫൈ. കാർഡ് കാർഡ് തരാം. ഓട്ടോന്റെ കാശ് എടുത്തിട്ട് തരാം. എടി ആയിഷേ, അനക്കുള്ള പണി വേറെ വരുന്നുണ്ട്. ചെക്ക്. ഇനി ഇവിടെ കോടികളല്ലേ അറിയാൻ പോണത്. സിറ്റിയിൽ ഒരു ബംഗ്ലാവ്. നിനക്ക് വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ വേണമെന്നുണ്ടോ? എന്താ ഈ സിംബൂള്? തേങ്ങാപ്പൂള് വല്ലതാണോ? തേങ്ങാപ്പൂളൊന്നുമില്ല, നീന്തൽ കുളം. നീന്തി കുളിക്കാം. എന്റെ കൽബിനെ ഇനി മുതൽ നീന്തി കുളിക്കാം. അയ്യേ, ഞമ്മക്ക് നാണാ നീന്തി കുളിക്കാൻ. നല്ല ആളോടാ പറയുന്നത്, എന്നെ പറഞ്ഞാ മതി. പെണങ്ങല്ലേ, നിങ്ങള് പറഞ്ഞ നമ്മൾ എവിടെയും കുളിക്കും. പക്ഷേ നമുക്ക് നീന്തൽ അറിയില്ലല്ലോ. ഓക്കെ, നീന്തലൊക്കെ നിന്റെ ഇക്ക് പഠിപ്പിച്ചു തരും. ഈ പണം ബാങ്കിൽ കൊണ്ട് അടച്ചാലേ നമ്മുടെ പണം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് എല്ലാം കുളമാക്കണം. അല്ല, നീന്തൽ കുളമാക്കണം. പോയിട്ട് വരട്ടെ. ബൈ. കുളത്തിലിറങ്ങണ്ടി വരുവാ. കുഴപ്പമില്ല. സുന്ദരിമുക്കിന് എത്ര ദൂരം വരും? ഇതല്ലേ സുന്ദരിമുക്ക്? നിങ്ങൾ എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. എന്താടാ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സുന്ദരിമുക്കിൽ നിന്ന് ചിലതൊക്കെ നടക്കും. ഇവൻ ആരടാ? ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ഒരു പോലീസ് ലുക്കുണ്ട്. പോലീസുകാർക്ക് എന്തോ ആവാലോ. ഉമ്മ ഇല്ലേ? എന്തേ, ഞാൻ അടിച്ച ചായ താൻ കുടിക്കൂലേ? ഉമ്മാക്ക് എന്റെ ചായ അടിക്കണമെന്നും പറ്റൂല. അതെന്താ? എന്റെ ഉമ്മാന്റെ കയ്യും കാലും ആരെങ്കിലും തല്ലി ഓടിച്ചാ? എന്റെ ഉമ്മാന്റെ കൈയും കാലും ആരും തല്ലി ഓടിച്ചിട്ടില്ല. എന്റെ ഉമ്മാന്റെ കൈയും കാലും ആരും തല്ലി ഓടിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാ ഒടിയുന്നതല്ലടാ എന്റെ ഉമ്മാന്റെ കയ്യും കാലും. കാര്യം പറ, അവരെവിടെ? നിങ്ങൾക്കറിയോ, എന്റെ ഉമ്മ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ ബീവിയാ. ചായക്ക് അടിച്ച് ജീവിക്കുക ഇനി ഞങ്ങൾക്കൊരു കുറച്ച്. ഇതൊക്കെ കുഞ്ഞിക്കാതറിനെ അറിയോ? കോടീശ്വരൻ. ഓന്റെ ഒരേ ഒരു ഭാര്യയാണ് എന്റെ ഉമ്മ. എന്റെ ഉമ്മ ഇനി ഇവിടെ ചായയും വടയൊന്നും ഉണ്ടാക്കൂല. പഴത്തിൽ മുഴുവൻ നീച്ചയാ. ഇതാണല്ലേ സുന്ദരിമുക്കിലെ ചായക്കടകൾ? ചായക്കടകളല്ല, ചായക്കട. അത് വല്ലപ്പോഴേ തുറക്കൂ. അത് തുറന്നാലും ഗുണമില്ല, ആരും കേറൂല. ഇല്ല, നിങ്ങളതിനും കൂടെ കണ്ടിട്ടില്ലല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു, കുറെ വർഷമായി. അപ്പൊ എന്റെ ബാപ്പ അറിയല്ല? ഇല്ല, നിങ്ങളതിനും കൂടെ കണ്ടിട്ടില്ലല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു, കുറെ വർഷമായി. അപ്പൊ എന്റെ ബാപ്പ അറിയല്ല? അറിയാം. ഞാൻ കുഞ്ഞിക്കാതറിനെ അന്വേഷിച്ചു വന്നതാ. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കുഞ്ഞിക്കാതറില്ലേ? പാപ്പ പുറത്തു പോയി. എപ്പോ വരും? ഇപ്പൊ വരും. ഞാൻ ഉമ്മ വിളിക്കാം. വേണ്ട, ഞാൻ കണ്ടോളാം. CBI ചോദിക്കണല്ലോ ചോദിക്കണേ. ലോട്ടറി അടിച്ച കാര്യം CBI എങ്ങനെ അറിഞ്ഞു കാണോ? പിന്നെ CBIക്ക് ഇപ്പൊ ലോട്ടറി അടിക്കുന്ന അന്വേഷിച്ച് നടക്കാനല്ലേ ജോലി. ഇങ്ങനെ ഒരു മണ്ടം കൊണാ
ബാപ്പ ഇതുവരെ കണ്ടില്ലല്ലോ. ഒരു കാര്യത്തിന് പോയതല്ലേ, 1-2 രൂപയില്ലല്ലോ, കോടിക്കണക്കിന് രൂപയുടെ കാര്യമല്ലേ. അപ്പം കുറച്ച് താമസമൊക്കെ വരും. എന്നാലും ഇത് വല്ലാത്തൊരു താമസം തന്നെയാണ്. ബാപ്പ ഇനി 1 ലക്ഷം രൂപയായിട്ട് മുങ്ങിയതാണോ? നമുക്ക് സ്വന്തം ബാപ്പയെ പറ്റി എങ്ങനെയൊന്നും പറയാതനാ. എന്റെ ബാപ്പ ആയതുകൊണ്ടാണ് എനിക്ക് പേടി. ആ ഉമ്മാന്റെ കാശും കൊണ്ട് മുങ്ങിയോന്ന്. നിനക്ക് നിന്റെ ബാപ്പയെ കുറിച്ച് എന്തറിയാം? എന്റെ ഇക്ക വളരെ നല്ലവനാ. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരിളക്കം. ഓ, അത് കുടുംബമായിട്ട് അങ്ങനെയാ, പാരമ്പര്യ രോഗമാ. അല്ലെങ്കിൽ എന്നെ ഇട്ടേച്ച അവളെ പോയി കെട്ടുമായിരുന്നു. പാപ്പാടെ കയ്യിൽ 1 ലക്ഷം രൂപ, പാപ്പാനാണെങ്കിൽ കാണാനുമില്ല. ആകപ്പാടെ ഒരു സംശയം. പിന്നെ കോടിക്കണക്കിന് രൂപ സ്വന്തമായിട്ടുള്ള ആളാ. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ അങ്ങനെ പുല്ലാടാ, പുല്ല്. കേട്ടോ, എന്നെ പോലെ ചില മണ്ടന്മാരെ ചില സത്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ അല്ലോ, ഇനിയിപ്പോ അവളുടെ അടുത്തേക്ക് പോയതായിരിക്കോ? അപ്പൊ കാശ് മൊത്തം അവള് കൊണ്ടുപോവോ? അല്ലോ.